സാംസ്കാരിക കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ നിറസാന്നിധ്യമായി പ്രോജ്വലിച്ചു നിൽക്കുന്ന ശക്തമായ മേൽവിലാസമാണ് മർക്കസു സഖാഫത്തി സുന്നിയ. 3 പതിറ്റാണ്ടിന്റെ സേവന മികവോടെ 33ാം വാർഷികത്തിലേക്ക് പ്രയാണപാതമൂന്നുന്ന മർക്കസിന്റെ ചരിത്രം എക്കാലത്തും ധന്യമാർന്ന അധ്യായങ്ങളാണ്. സമകാലിക ലോകത്തിന്റെ ചിന്താപഥങ്ങളിൽ അവബോധത്തിന്റെ ഉത്തമ മൂല്യങ്ങൾ അറിവനുഭവങ്ങളായി പകർന്നു നൽകിയാണ് മർക്കസ് അതിന്റെ ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഗ്രാമവിശുദ്ധിയുടെ സംശുദ്ധിയിൽ നിന്നും ഉയർക്കൊണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ദൈക്ഷണിക വിചാരങ്ങളിൽ ചിറകടിച്ചുയർന്ന ഒരാശയത്തിന്റെ പ്രതിഫലനമിന്ന് സമുന്നതവും വിപുലവുമായ വിജ്ഞാന സമന്വയ നികേതമായി തല ഉയർത്തി നിൽക്കുന്നു. സാംസ്കാരിക ലോകത്തിന്റെ വിളനിലവും ചരിത്രാനുഭവങ്ങളുടെ ബൃഹത് പ്രപഞ്ചത്തിൽ ദൃശ്യവിസ്മയത്തിന്റെ ചിരന്തന ചിത്രവുമാണിന്ന് മർക്കസ്. 1978 വിശ്വോത്തര പണ്ഡിതൻ മർഹൂം സയ്യിദ് അലവി മാലിക്കിയുടെ അനുഗ്രഹീത കരങ്ങളാണ് ഇന്ന് വൈജ്ഞാനിക ലോകം നമിക്കുന്ന ഈ വിശ്വവിദ്യാലയത്തിന് ശിലപാകിയത്. സാംസ്കാരിക സമൃദ്ധിയുടെ വിളനിലവും രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ചാലകശക്തിയുമായി വർത്തിക്കുന്ന മർക്കസിന് എല്ലാ നിലയിലും എല്ലാ അർത്ഥത്തിലും ലോകതലത്തിൽ അടയാളപ്പെട്ടു കിടക്കുന്നു. കർമ്മകുശലതയുടെ കരുത്തുറ്റ അധ്യായങ്ങൾ അനർഘമായ കാഴ്ച സന്ദേശമായി കാലചുമരുകൾക്കുമീതെ രേഖപ്പെടുത്തുന്ന മർക്കസിന്റെ വളർച്ചാ വികാസത്തിന്റെ സൂത്രധാരനും ജീവനാഡിയും AP എന്ന ദ്വയാക്ഷരത്തിന്റെ പിന്നിലൊളിഞ്ഞിരിക്കുന്ന കാന്തപുരമെന്ന മഹാമനീഷിയാണ്. മർക്കസ് അടയാളപ്പെടുത്തിയ രേഖീയ ചിത്രങ്ങൾ സ്ഥാപനങ്ങളായി കാരുണ്യപ്രവർത്തനങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു. മർക്കസ് വരയ്ക്കുന്ന ഭൂപടം മാനവികതയുടേതാണ്. സ്നേഹസൌഹാർദ്ദത്തിന്റെ നിറക്കൂട്ടുകൾ വർണ്ണവിസ്മയങ്ങളായി പ്രകാശം പൊഴിക്കുന്ന ഈ വിദ്യാനികേതത്തിലേക്ക് കടന്നുവന്ന സ്വാത്വിക ഹൃദയങ്ങൾ, സാംസ്കാരിക നായകർ, രാഷ്ട്രനേതാക്കൾ, രാഷ്ട്രീയ മുഖങ്ങൾ എല്ലാമെല്ലാം നിരവധിയാണ്. ഭാരതത്തിന്റെ വൈജാത്യങ്ങളെയും വൈവിധ്യങ്ങളെയും ദേശീയോദ്ഗ്രഥനത്തെയും ഇസ്ലാമിക ബഹുസ്വരതയുടെ അളവുകോലിലൂടെ നോക്കിക്കാണാനും നാനാത്വത്തിൽ ഏകത്വമെന്ന സങ്കല്പത്തെ ആദരിക്കാനും മർക്കസിനായിട്ടുണ്ട്. കാന്തപുരമെന്ന ആദരണീയനായ പണ്ഡിത പ്രവരൻ ഒരു മഹാജനപദത്തെ വഴി നടത്തിയത് സമകാലിക ലോകത്തിന്റെ നേർപാതകളിലേക്കും നേരറിവുകളിലേക്കുമായിരുന്നു. ആ ദൈക്ഷണിക സഞ്ചാരത്തിന്റെ പ്രതിഫലനമായി മർക്കസ് അതിന്റെ ചിറകുകൾ ലോകത്തിന്റെ മേൽ വിരിക്കുന്നു, പുതിയൊരു ലോകത്തിന്റെ വീണ്ടെടുപ്പിനുള്ള സന്ദേശമായി. ജനം ഒഴുകിയെത്തും ഈ പൂവനം, സ്നേഹതീരം തീർക്കും ശോഭനം, പാൽക്കടൽ പോൽ ഒഴുകും ദിനം, സുന്നി മർക്കസിൻ സമ്മേളനം. ജനം ഒഴുകിയെത്തും ഈ പൂവനം, സ്നേഹതീരം തീർക്കും ശോഭനം, പാൽക്കടൽ പോൽ ഒഴുകും ദിനം, സുന്നി മർക്കസിൻ സമ്മേളനം. 33ാം വാർഷിക 15ാം ബിരുദദാന സമ്മേളനത്തിലൂടെ മർക്കസ് ചരിത്രത്തിന്റെ പുതിയ അറിവനുഭവങ്ങളിലേക്ക് പാദമൂന്നുകയായിരുന്നു. സമ്മേളന പ്രഖ്യാപനത്തോടെ തന്നെ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലെ ആദർശ പോരാളികൾ മർക്കസ് നഗറിനെ സ്വപ്നം കണ്ടു. സുന്നി മർക്കസിൻ സമ്മേളനമി സുന്ദരമായൊരു സംഗമ
الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر താജുലുലമയും അമറുലുലമയും വേദിയിൽ ജ്വാലകൾ തീർക്കണ നേരം സാദാത്തുക്കൾ ഉസ്താദന്മാർ ഒത്തൊരുമിക്കും ആ ശുഭവേദിയിൽ ശരഫായി ശുക്രായി നയന മനോഹരങ്ങും കാണാൻ മനസ്സിൽ കുളിരായി മാരുതനെത്തും പൂവർണ്ണക്കൊടി പാറും മണ്ണിൽ മാറ്റൊലിയേറും സുന്നി മർകസ് സമ്മേളനമിൽ സുന്ദരമായൊരു സംഗമ സരണിയിൽ വിണ്ണിൽ തക്ബീർ ധ്വനിയാലെ വീരപ്പടയണി വന്നിടും നേരം വിജ്ഞാനത്തിൻ തീരമിതൊക്കെ വിസ്മയമായി തീരണ രംഗം പൂവർണ്ണക്കൊടി പാറും മണ്ണിൽ മാറ്റൊലിയേറും സുന്നി മർകസ് സമ്മേളനമിൽ സുന്ദരമായൊരു ഒടുവിൽ ആ സുവർണ നിമിഷത്തിന് ലോകം സാക്ഷിയായി. മഹനീയമായൊരു സംസ്കൃതിയെ ലോകത്തിന് സമർപ്പിച്ച വിശ്വവിമോചകൻ തിരുറസൂലിന്റെ വിശ്രമസ്ഥാനത്തുനിന്ന് പ്രാർത്ഥനകളാൽ അനുഗ്രഹീതമായ ത്രിവർണ പതാക അനേകായിരം ഹൃദയങ്ങളെ സാക്ഷി നിർത്തി സയ്യിദ് യൂസുഫുൽ ബുഖാരി, ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ വാനിലേക്കുയർത്തി. നീലാകാശത്തിലെ വെള്ളിമേഘങ്ങളെ വിജയസ്മിതത്തോടെ നോക്കി ആ ത്രിവർണ പതാക 33ന്റെ പ്രതീകമായി വാനിൽ പാറിക്കളിച്ചു. അതോടെ 3 നാൾ നീണ്ടുനിന്ന മർക്കസ് 33ാം വാർഷികത്തിന് തുടക്കമായി. പ്രാർത്ഥനകളാൽ മുഖരിതമായ അന്തരീക്ഷം. الحمد لله رب العالمين حمدا يوافي ويكافي مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد ربنا بارك لنا فيه مما بارك به عبادك الصالحين وتمم لنا بالخير والسعاده يوم القيامة إلا دار الكرم ربنا تقبل منا إنك أنت السميع العليم وعلينا إنك أنت التواب الرحيم واغفر لنا يا باكم وآتنا وجهه ومصطفى محمد صلى الله عليه وسلم يا غافر المذنبين وارحمنا وإياهم برحمتك يا أرحم الراحمين. സാദാത്തുക്കളും ആലിമീങ്ങളും സാത്വിക ഹൃദയങ്ങളും ഹൃദയം നിറഞ്ഞ് ആത്മസാഫല്യത്തിന്റെ ആമീൻ വചനങ്ങൾ ഏറ്റുചൊല്ലി 3 ദിനത്തെ വാർഷികാഘോഷങ്ങൾക്ക് അവാച്യവും അനുഭൂതിദായകവുമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. മർക്കസ് ഫ്ലവർ ഷോ
സായം സന്ധ്യയുടെ വർണ്ണപ്രകാശത്തിന് ചാരുതയേകി മർക്കസ് ഫ്ലവർ ഷോ കളക്ടർ PB സലീം ഉദ്ഘാടനം നിർവഹിച്ചു. ആ നിമിഷം മർക്കസ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഒരുക്കിയ കമനീയമായ പുൽത്തകിടിൽ വർണ്ണവിസ്മയങ്ങളുടെ ഇതളുകൾ ഒരുമിച്ചു വിടർന്നു. الله شفاعة يا حبيب الله شفاعة لما ناديت لبينا قدمنا السمع والطاعة يا رسول الله. പ്രകൃതി ധന്യതയുടെ സൗകുമാര്യതയ്ക്ക് ഒരു നിമിഷം നിറവർണം പകർന്ന് സൂര്യൻ സന്ധ്യാമയക്കത്തിലേക്ക് പിൻവാങ്ങി. May we now request the Honorable Minister, Janab Elmaram Karim, to address the gathering and release the logo of MEC. ഈ സംരംഭത്തിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് ആമുഖ പ്രഭാഷണത്തിൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ജീവകാരുണ്യപരവും മനുഷ്യന്റെ സാമൂഹ്യ പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുമുള്ള എല്ലാവിധത്തിലുള്ള പ്രവർത്തനങ്ങളും ശ്ലാഘനീയമാണ്. ആ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പ്രത്യേകങ്ങളായ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സമൂഹം നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളെ പൊതുവായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന രീതിയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ നമുക്കിടയിലുണ്ട്. ആ ജനവിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് പ്രത്യേകമായ പരിശ്രമങ്ങൾ ഉണ്ടാകുന്നത് തെറ്റായ ഒരു സംഗതിയല്ല. പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിനുള്ള പരിശ്രമങ്ങളും ശ്രദ്ധയും ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ്. ഈ അടുത്ത കാലത്ത് അങ്ങനെയൊക്കെയുള്ള കുറേ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വിവിധ സാമൂഹ്യ ജനവിഭാഗങ്ങൾക്കിടയിൽ സംഘടിപ്പിക്കാം. ഈ പ്രശ്നങ്ങളിലെല്ലാം ജനങ്ങളെ യോജിപ്പിച്ച് നിർത്തുന്നതിനും ഒരുമിച്ച് നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾക്കാണ് ഏറ്റവും നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയുന്നത്. Janab PK Kunyalikutty. എക്സലൻസ് മീൻസ് എക്സലന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. ആ കാര്യത്തിൽ മർക്കസ് അതിന്റെ വ്യക്തിത്വം പുലർത്തുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം മതസംഘടനകളൊക്കെ ഇന്ന് ഇന്ത്യക്ക് മാതൃകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ സമൂഹത്തെ വാർത്തെടുക്കുന്ന കാര്യത്തിൽ, സൊസൈറ്റിയെ ഒരുമിച്ച് നിർത്തുന്ന കാര്യത്തിൽ, മതസൗഹാർദ്ദം നിലനിർത്തുന്ന കാര്യത്തിൽ ഒക്കെ ഇന്ന് കേരളം ഇന്ത്യക്ക് മാതൃകയാണ്. സമൂഹ നന്മയ്ക്ക് വേണ്ടി ഇത്തരം നല്ല പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.